ലീഗിനെതിരെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വിവാദ പ്രസ്താവനയെ അനുകൂലിച്ച് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. വെള്ളാപ്പള്ളി പറഞ്ഞത് മലപ്പുറത്തെ പൊള്ളുന്ന യാഥാർത്ഥ്യമാണെന്നായിരുന്നു സുരേന്ദ്രന്റെ വാദം. ലീഗും മറ്റ് വർഗീയ സംഘടനകളും നടത്തുന്ന ആക്രമണങ്ങൾ അംഗീകരിക്കാനാവില്ല. ലീഗ് നേതാക്കൾ നടത്തിയ പരാമർശം അപലപനീയമാണ്. ഈറ്റിയും കുഞ്ഞാലിക്കുട്ടിയും നടത്തുന്നത് പ്രകോപനപരമായ പ്രസ്താവനകളാണ്. ശ്രീനാരായണ ഗുരുവിന്റെ പേര് ഉച്ചരിക്കുവാൻ ലീഗിന് അവകാശമില്ലെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. അതേസമയം വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം പ്രസംഗം അവഗണിച്ചു തള്ളേണ്ടതെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി തിരുവനന്തപുരത്തെ പ്രസ് മീറ്റിൽ പറഞ്ഞു. ജനതാദൾ യു നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റും സംസ്ഥാന കൌൺസിൽ അംഗവുമായിരുന്ന PG ദീപക് കൊല്ലപ്പെട്ട കേസിൽ പ്രതികളായ 5 RSS പ്രവർത്തകർക്ക് ജീവപര്യന്തം ശിക്ഷ. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് വിധി. വിചാരണ കോടതി വെറുതെ വിട്ട പ്രതികൾക്കാണ് ഹൈക്കോടതി ശിക്ഷ വിധിച്ചത്. പ്രതികൾ ഓരോ ലക്ഷം രൂപ പിഴയും അടയ്ക്കണം. കേസിലെ 1 മുതൽ 5 വരെയുള്ള പ്രതികളായ ഋഷികേഷ്, നിജിൻ, പ്രശാന്ത്, രസന്ത്, ബ്രഷ്നേവ് എന്നിവരെയാണ് ഹൈക്കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. മഞ്ചേരിയിൽ കൊല്ലപ്പെട്ട കൃഷ്ണപ്രിയയുടെ പിതാവ് ശങ്കരനാരായണൻ മരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നാണ് മരണം. 13 വയസ്സായിരുന്ന കൃഷ്ണപ്രിയയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ പ്രതിയുടെ കൊലപാതക കേസിൽ ശങ്കരനാരായണനെ കുറ്റവിമുക്തനാക്കിയിരുന്നു. തന്റെ ഏകമകളായ കൃഷ്ണപ്രിയയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ പ്രതിയെ ശങ്കരനാരായണൻ വെടിവെച്ച് കൊന്നതെന്നായിരുന്നു കേസ്. ചന്ദ്രബോസ് വധക്കേസിൽ പ്രതി മുഹമ്മദ് ജിഷാമിന് 15 ദിവസത്തെ പരോൾ അനുവദിച്ച് ഹൈക്കോടതി. സർക്കാരിന്റെ എതിർപ്പ് തള്ളിക്കൊണ്ടാണ് ഉത്തരവ്. സർക്കാർ വാദം പരോൾ അനുവദിക്കാതിരിക്കാൻ മതിയായ കാരണമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ തീരുമാനം. സർക്കാരിന് യുക്തമായ വ്യവസ്ഥകൾ ചുമത്താമെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. വീട്ടിലെ പ്രസവത്തിൽ യുവതി മരിച്ച സംഭവത്തിൽ ഭർത്താവ് സിറാജുദ്ദീനെതിരെ തെളിവ് നശിപ്പിക്കൽ വകുപ്പും ചേർക്കുമെന്ന് മലപ്പുറം SP R. വിശ്വനാഥ്. നിലവിൽ സിറാജുദ്ദീനെ 1-ാം പ്രതിയാക്കി അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും SP വ്യക്തമാക്കി. BNS 105, 238 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. നരഹത്യാ കുറ്റവും ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ടെന്ന് SP മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പുലിമടയിലാണ് കോൺഗ്രസ് സമ്മേളനം നടക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. മോദിക്കും അമിത്ഷായ്ക്കും ഗുജറാത്ത് എഴുതി നൽകിയിട്ടില്ല. ഗുജറാത്ത് അടുത്ത തവണ കോൺഗ്രസ് തിരിച്ചുപിടിക്കുമെന്നും AICC സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ രമേശ് ചെന്നിത്തല പറഞ്ഞു. വഖഫ് നിയമത്തിനെതിരെ കോൺഗ്രസ് കടുത്ത പ്രതിഷേധത്തിലാണ്. ലോക്സഭയിൽ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചില്ല എന്നത് വിവാദമാക്കണ്ട. ഇന്ത്യ മുന്നണിയെ വഖഫ് ഭേദഗതിക്കെതിരെ അണിനിർത്തിയത് രാഹുൽ ഗാന്ധിയാണെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. തമിഴ്നാട് ഗവർണർ RN രവിക്കെതിരെ സുപ്രീംകോടതി പുറപ്പെടുവിച്ചത് ചരിത്രവിധിയെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ഗവർണർക്കെതിരായ കേസിൽ തമിഴ്നാട് സർക്കാരിന്റെ വാദങ്ങൾ അനുകൂലമായാണ് കോടതിയുടെ വിധിയെന്ന് സ്റ്റാലിൻ പറഞ്ഞു. ഈ വിജയം തമിഴ്നാടിന് മാത്രം അവകാശപ്പെട്ടതല്ലെന്നും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും വിജയമാണെന്നും MK സ്റ്റാലിൻ നിയമസഭയിൽ പ്രതികരിച്ചു. ആന്ധ്ര ഉപമുഖ്യമന്ത്രി പവൻ കല്യാണിന്റെ മകൻ മാർക്ക് ശങ്കറിന് പൊള്ളലേറ്റു. സിംഗപ്പൂരിലെ സ്കൂളിൽ ഉണ്ടായ തീപിടുത്തത്തിലാണ് പരിക്കേറ്റത്. കുട്ടിയുടെ കാലിനും കൈക്കും പൊള്ളലേറ്റതായാണ് തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിലവിൽ സിംഗപ്പൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് മാർക്ക് ശങ്കർ. രാഷ്ട്രീയ പരിപാടികൾ റദ്ദാക്കി പവൻ കല്യാൺ ഉടൻ സിംഗപ്പൂരിലേക്ക് തിരിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. അമേരിക്കക്കെതിരെ പ്രഖ്യാപിച്ച 34% പകരം തീരുവ ചൈന പിൻവലിക്കണമെന്ന് ട്രംപ്. പിൻവലിച്ചില്ലെങ്കിൽ നാളെ മുതൽ 50% അധിക തീരുവ ചുമത്തുമെന്നും വ്യാപാര ചർച്ചകൾ നിർത്തിവെക്കുമെന്നും ചൈനയ്ക്ക് ട്രംപിന്റെ ഭീഷണി. അതേസമയം മറ്റുള്ള രാജ്യങ്ങളുമായുള്ള വ്യാപാര ചർച്ചകൾ ഉടൻ ആരംഭിക്കുമെന്നും ട്രംപ് അറിയിച്ചു.